നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സോ ഇറ്റ് വാസ് എബൌട്ട് ഫൈൻഡിങ് സ്പേസ് വെയർ വി കുഡ് റൺ ഹാർഡ്, ഡ്രോപ്പ് ദി ഈഗോ ആൻഡ് ടേക്ക് ആസ് മച്ച് ആസ് വി കുഡ് അറ്റ് ദി ബാക്ക് എൻഡ്. എഡൻ മർക്രം സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണത്. ഡ്രോപ്പ് ദി ഈഗോ, അതാണ് കൃത്യമായ മെസ്സേജ്. ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം എഡൻ മർക്രം ടീമിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നു, തീർച്ചയായിട്ടും ഇതൊരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. ഞങ്ങൾക്ക് ലഭിച്ചത് വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിക്കറ്റായിരുന്നു നേരത്തെ ലഭിച്ചതിൽ നിന്ന്. സോ ബോയ്സ് കൃത്യമായിട്ട് കാര്യങ്ങൾ അസസ് ചെയ്ത് അതിനോട് അഡാപ്റ്റഡായി അവരുടെ സ്കില്ല് ഉപയോഗിച്ചു, അവരുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നീട് അദ്ദേഹം ആ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഡേവിഡ് മില്ലർ, ഡേവിഡ് ഡെബ്രേവിസ് പാർട്ട്ണർഷിപ്പ്. 10-20 റൺസിന് 3 വിക്കറ്റ് നഷ്ടമായി ആകെ ഉലഞ്ഞുപോയ സൗത്ത് ആഫ്രിക്കയെ വീണ്ടും സ്റ്റഡിയാക്കി ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഇന്നിങ്സാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ട്ണർഷിപ്പാണ്. മില്ലർ ആൻഡ് ബ്രവിസ്, ആ ഗൈസ് വളരെ ഗ്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. ഞാൻ സ്റ്റഡീഡ് ദി ഷിപ്പ് ആൻഡ് കെപ്റ്റസ് ഇൻ ദി ഗെയിം. അവരാണ് ഞങ്ങളെ ഈ കളിയിൽ നിലനിർത്തിയത്. ടീമിനെ കൃത്യമായ ട്രാക്കിലാക്കി നിലനിർത്തിയത് അവരാണ്. പിന്നെ ഇന്നിങ്സിൻ്റെ അവസാന ഭാഗത്ത് അപ്രോച്ച് അഡ്ജസ്റ്റ് ചെയ്തതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് സ്പേസ് കണ്ടെത്തുക, വി കുഡ് റൺ ഹാർഡ്, അതാണ് ഞങ്ങൾ അവിടെ ചെയ്തത്. അവിടെ അതിനു വേണ്ടി ഈഗോ ഡ്രോപ്പ് ചെയ്യുക, ഈഗോ ഉപേക്ഷിക്കുക, എന്നിട്ട് ലഭ്യമാവുന്ന അത്ര റൺസ് അവസാന ഘട്ടത്തിൽ കിട്ടാവുന്നതൊക്കെ നേടുക, അതായിരുന്നു ചെയ്തത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായിട്ട് ഇത് തന്നെയാണ് വേണ്ടത്. ഡ്രോപ്പ് ദി ഈഗോ ആൻഡ് പ്ലേ ഫോർ ദി ടീം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും പലർക്കും അത് എവിടെയൊക്കെയോ പാളുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉണ്ട്. മർക്രം പിന്നെ അവരുടെ ബൗളിംഗ് ഗ്രൂപ്പിനെയും മികച്ച രൂപത്തിൽ പ്രൈസ് ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മിസ്റ്റേക്കൊക്കെ വരുത്തും, പക്ഷെ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. സോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്ന മിസ്റ്റേക്സ് കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ലുങ്കി എവിടെ ബൗൾ ചെയ്താലും അദ്ദേഹം ഒരു ത്രെട്ടാണ് എതിരാളികൾക്ക്. അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ പറ്റും ആ മിഡിൽ ഫേസസിൽ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷൻസ്. വലിയ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും എഡൻ മർക്രം ഉള്ളത്. കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്ത് ഇന്ത്യ തട്ടിപ്പറിച്ചെടുത്ത ആ കിരീടമുണ്ടല്ലോ, ഇത്തവണ നേടാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് പ്രോട്ടീസിൻ്റെ ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.